ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഞങ്ങള് പുതിയൊരു അക്കോമഡേഷനിലേക്ക് മാറാൻ പോവാണ്. ഇപ്പൊ ഞങ്ങളത് പുതിയ അക്കോമഡേഷനിലേക്ക് മാറി. അതിന്റെ കുറച്ച് പാക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. മൂവ് ചെയ്യണതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഫീസുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ നോക്കാം. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ പുട്ടും കടലയാക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ 7 മണി ആവാറായി. 8 മണി കഴിയുമ്പോൾ റെജിനാണ് പോണം. അപ്പൊ നമുക്ക് വേഗം പുട്ടും കടലയാക്കാം. അപ്പൊ പുട്ടും കടലയും റെഡി ആയിട്ടോ. അത് കഴിഞ്ഞിട്ട് റെജിനേട്ടൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ബൈ ബൈ പറഞ്ഞിട്ട് ഓഫീസിലേക്ക് പോവാണ്. റെജിനയുടെ ഓഫീസിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മുടെ പുതിയ അപ്പാർട്ട്മെന്റ്. അപ്പൊ നമുക്ക് ഇവിടെ വിൻഡോ കൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെജിനേട്ടൻ പോണതൊക്കെ കാണാൻ. റെജിനേട്ടൻ്റെ ഓഫീസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് റെജിനയുടെ ഓഫീസ്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ മാറിക്കൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും എമർജൻസി വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ റെജിനേട്ടനെ വിളിച്ചാൽ വരാൻ കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ റെജിനേട്ടൻ്റെ ഓഫീസിൽ പോയി. ഇനി എൻ്റെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ വാക്കുട്ടി നല്ല ഉറക്കാം. അവള് ഇപ്പം സ്കൂളില്ലാത്തതുകൊണ്ട് അവളുടെ ടൈമിംഗ് ഒക്കെ മാറി കിടക്കാണ്. അല്ലെങ്കിൽ പിന്നെ അവൾക്ക് ഒരു 6:30 സ്കൂളിൽ പോകണ കാരണം 5 മണി അല്ല 5 മണിയല്ല, ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ അവളെ എണീപ്പിക്കും. ഞാൻ 5 മണിയാകുമ്പോൾ എണീക്കണം അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അവൾക്ക് സ്കൂളുള്ള ദിവസമൊക്കെ ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ റെജിന അവളും പോയി കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടക്കും. രാത്രി നമ്മൾ എത്ര നേരത്തോടെ കിടക്കാമെന്ന് വിചാരിച്ചാലും നടക്കില്ല. അപ്പം ഇന്നും ലേറ്റായിട്ടൊക്കെ കിടക്കാം. അപ്പം എനിക്ക് ഇവരൊക്കെ ഓഫീസിൽ പോവുക, റെജിയുടെ ഓഫീസിൽ പോവുക, ആ സ്കൂളിൽ പോകുന്ന ടൈമാണ് എനിക്ക് കുറച്ച് എൻ്റേതായിട്ടുള്ളൊരു ഫ്രീ ടൈം കിട്ടുക. അപ്പം ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. പിന്നെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ കുറച്ചും കൂടി കഴിഞ്ഞു. അതൊരു 10:30-11 മണിക്ക് ആകുമ്പോഴാണ് ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇവിടെ എനിക്ക് വായോ ഇവിടെ എടുക്കാൻ മേരെ കൂടെ സെറ്റിമ എടുക്കാൻ വാ വേണിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവളെ എടുക്കട്ടെ പോയിട്ട്. അവൾക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയ റൂമിൽ. അപ്പം ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, അതൊക്കെ കഴുകി. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കപ്പി ഫിഷാണ് ആക്കണത്. അപ്പോൾ വാവ് ഉറങ്ങി ഇവിടെ കിടന്നിട്ട്. അപ്പോൾ ഇനി ഞാനും കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് കാണാം. അതെ, വാവ ഉറക്കത്തിൽ നിന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. എല്ലാം മുടി എടുക്കണം കേട്ടോ. എല്ലാം മുടി എടുക്കാം. അങ്ങനെ ഞാൻ ബാക്കി ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം അവിടെ ആകെ ഒതുക്കിയൊന്ന്. ഇവള് പേപ്പറിൽ ഡ്രോയിങ് ചെയ്തിട്ട് അതൊക്കെ കട്ട് ചെയ്തൊക്കെ നിലത്തിട്ടൊക്കെ. അപ്പോൾ അതടിച്ചു വാരി ഒന്ന് മൊത്തത്തിലൊന്ന് തുടച്ചു.
അപ്പം നമുക്ക് വെട്ടി തുടങ്ങണം. ഫിഷ് ഞാൻ ഫ്രിഡ്ജിലായിരുന്നു, അപ്പം ഞാനത് ഐസ് ഞാൻ വെള്ളത്തിലേക്ക് വെച്ചേക്കാണ്. അപ്പം നമുക്ക് കപ്പ അരിയാൻ സ്റ്റാർട്ട് ചെയ്യാം. റെജിനാന് ഫിഷ് കറിയുടെ കൂടെ കഴിക്കാൻ കുറച്ചും കൂടി താല്പര്യം കപ്പയാണ് കേട്ടോ. അപ്പൊ നമ്മൾ പുറത്ത് റെസ്റ്റോറൻറ്റിലൊക്കെ പോവുകയാണെങ്കിൽ പോലും ആള് ഫിഷ് കറിയാണ് ഓർഡർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ എപ്പോഴും കപ്പയും ഓർഡർ ചെയ്യും. ഇന്നലെ നമ്മൾ പുറത്ത് പോയപ്പോൾ നല്ല കിങ് ഫിഷ് കിട്ടി. ഇപ്പൊ ഞാൻ കുറച്ച് പുള്ളിയും വാങ്ങി. അപ്പൊ അതാവുമ്പോ റെജിനാന് ഇഷ്ടമാണല്ലോ എന്ന് വെച്ചിട്ട് വാങ്ങിയത്. അപ്പൊ എന്റെ ഫിഷ് കറിയിലേക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഞാൻ അത്രയും റിച്ച് ആയിട്ടുള്ള ഫിഷ് കറി ഒന്നല്ല ഉണ്ടാക്കുന്നത്. റെജിനാടിന് ഇവിടെ നാളികേരം ഒഴിച്ചിട്ട് ഫിഷ് കറി ഉണ്ടാക്കുന്നൊന്നും ഇഷ്ടമല്ല. ആൾക്ക് മുളകിട്ട് ഫിഷ് കറി വെക്കുന്നതാണ് ഇഷ്ടം ഇതിന്റെ കൂടെ കഴിക്കാൻ. അപ്പൊ ഞാൻ ഇവിടെ മിക്കപ്പോഴും നമ്മള് മുളകിട്ടിട്ടുള്ള ഫിഷ് കറി തന്നെയാണ് വെക്കാറ്. നാളികേരം അരച്ച് നാട്ടിൽ പോകുമ്പോഴൊക്കെയാണ് നാളികേരം അരച്ചിട്ടുള്ള ഫിഷ് കറി കഴിക്കുക. അങ്ങനെ ദേ നമ്മുടെ ഫിഷ് കറിയും കപ്പയും റെഡി. ഞാൻ വേഗം പോയി കുളിച്ച് വാവേനും കുളിപ്പിച്ച്, വാവയ്ക്ക് ആദ്യം ഫുഡ് കൊടുത്തു കേട്ടോ. അവൾക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഞാൻ ചോറുണ്ടായിരുന്നു, ചോറും ഫിഷ് കറിയാണ് കഴിച്ചത്. അപ്പൊ അങ്ങനെ അവൾക്ക് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ റെജിനേട്ടൻ ദേ വന്നു കേട്ടോ. ഇവർക്ക് 1 hour ലഞ്ച് ബ്രേക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പഴയ അപ്പാർട്ട്മെന്റിലായിരുന്നപ്പോൾ കുറച്ച് ദൂരം ഉണ്ടല്ലോ, അപ്പൊ ട്രാവലിംഗ് ആയിട്ട് തന്നെ ഒരു അരമണിക്കൂറോളം പോകും. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആള് വേഗം തിരിച്ച് ഓഫീസിലേക്ക് ഇറങ്ങും. അപ്പൊ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിന്റെ തൊട്ട് ബാക്കിലായ കാരണം ആൾക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാനുള്ള ടൈമുണ്ട്. ബാബ അച്ചക്കുട്ടി പോയാ? അപ്പം അച്ചക്കുട്ടി ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് അച്ചക്കുട്ടി ഓഫീസിലേക്ക് പോയി. ഇനി വൈകിട്ട് 5 മണിയാകുമ്പോൾ വരും. ഇപ്പോൾ എത്ര മണി? 2:30 ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ രണ്ടുപേരും കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോവാണ്. ഇന്ന് വൈകിട്ട് നമ്മൾ എവിടേക്ക് പോണേ? അച്ചക്കുട്ടി എങ്ങോട്ട് പോവാന്ന് പറഞ്ഞേ? സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ബറൂസ് കാണാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാവനെ കുറച്ച് നേരം ഉറക്കണം, അല്ലെങ്കിൽ വാവ അവിടെ എത്തുമ്പോഴേക്കും ഉറങ്ങും. വാവയ്ക്ക് വേണ്ടിയിട്ടാണ് ആ മൂവിക്ക് പോകണം. നമ്മൾ 3D മൂവിയാണ്. ഈ വാവത്തെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് സിനിമ കാണാൻ പോകണം അല്ലേ? അപ്പോൾ വാവനെ കുറച്ച് നേരം ഉറക്കമായിട്ട് ഉറങ്ങി എണീറ്റതിന് ശേഷം കാണാം. ഞങ്ങൾ രണ്ടുപേരും റെസ്റ്റ് എടുക്കാൻ പോകാം കുറച്ച് നേരം. അങ്ങനെ ഞങ്ങളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അച്ചക്കുട്ടി എത്തിയിട്ടോ. അച്ഛൻ വന്ന് ഒരു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു വാവ. നമ്മൾ ക്രിസ്മസിന്റെ അന്ന് ഒരു പ്ലം കേക്കും പിന്നെ ഒരു മിൽക്ക് കേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മിൽക്ക് കേക്ക് അന്ന് രാത്രി കഴിച്ചു. പിന്നെ പ്ലം കേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ചക്കുട്ടി വന്നിട്ട് നമുക്കത് കട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അച്ചക്കുട്ടി വന്ന വഴിക്ക് ബാക്കി ആദ്യം പറഞ്ഞത് നമുക്ക് കേക്ക് കട്ട് ചെയ്യണ്ടേന്നാണ്. അങ്ങനെ രണ്ടാളും കൂടി ന്യൂ ഇയറിനും കേക്ക് കട്ട് ചെയ്ത് ആദ്യമായിട്ടാന്ന് തോന്നുന്നു ആ പ്ലം കേക്ക് കഴിക്കുന്നത്. അവൾ ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല പ്ലം കേക്ക്. മിക്കപ്പോഴും അവൾ കഴിക്കുക ക്രീം കേക്ക് അല്ലെങ്കിൽ ബ്രൗണി അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ആണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ വിചാരിച്ചു അവൾ കഴിക്കില്ല പ്ലം കേക്ക് എന്ന്, പക്ഷെ അവൾക്ക് ഇഷ്ടമായിട്ടോ. രാത്രി 8:30 ഷോയ്ക്കാണ് നമ്മൾ ബറൂസിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഇവിടെ നിന്ന് കുറച്ച് അകലെയുള്ള ഒരു തിയേറ്ററിലായിരുന്നു നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. അടുത്തുള്ള തിയേറ്ററിലൊന്നും ഈ ഷോ ഉണ്ടായിരുന്നില്ല. റെജിനേട്ടൻ വന്ന് കേക്ക് കുറച്ച് കഴിച്ചു കഴിയുമ്പോഴേക്കും കോള് വന്നു, എന്തോ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ആൾ ലാപ്ടോപ്പിന് മുമ്പിലായിരുന്നു. ഞാൻ വേഗം വിളക്കൊക്കെ കത്തിച്ച് അത് കഴിഞ്ഞ് 8:30 ഷോയ്ക്ക് 8 മണി കഴിഞ്ഞു കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാബ ബറോസ് കണ്ട മോഹൻലാലിന്റെ? എങ്ങനെയുണ്ട് സിനിമ? സൂപ്പർ. എന്താ പറയാ അതിനെ പറ്റി? അതെ,
അവിടെ ഒരു നൂല് ചക്കനെ കണ്ടില്ലേ, അത് ആ കണ്ണാട വെച്ചപ്പോളേ എന്റെ അടുത്തുള്ള പോലെ തോന്നിയപ്പോളേ ആ നൂലുള്ള സമൂഹത്തിന് ഞാൻ മാറി നിന്നു, ബാക്കിലേക്ക് അങ്ങ് ചവിട്ടി. അടുത്തേക്ക് വന്നപ്പോഴാ അടുത്തേക്ക് വരുന്ന പോലെ ആയപ്പോ ഞാൻ വിചാരിച്ച എന്റെ മേത്തേക്ക് എന്നെ കൊല്ലാൻ വരുന്നതാണ്. അതൊക്കെ ഇഷ്ടായോ ബാബയ്ക്ക്? പിന്നെ അവിടെ ചിലതിലൊക്കെ ഇങ്ങനെ പറക്കുന്നതൊക്കെ കണ്ടു, ബറോസ് പപ്പ ഇങ്ങനെ ഇങ്ങനെ പറന്നു പോകും. പിന്നെ അതൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച എന്റെ മുഖത്തേക്ക് വരുന്നതാന്ന്. ലാലേട്ടന് അപ്പൊ എനിക്ക് ഇഷ്ടമായ കാരണം എനിക്ക് ഇതുപോലത്തെ ഇനിയും കുറെ പടം കാണണം ലാലേട്ടന്. പക്ഷെ ലാലേട്ടൻ മാത്രം ഉണ്ടായാൽ മതിയേ, കുട്ടികളുടെ പല പടമാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് ഒറ്റ കുഴപ്പമില്ല. എനിക്ക് പക്ഷെ ലാലേട്ടൻ ഉണ്ടായാൽ മതി. ലാലേട്ടനെ സിനിമയിൽ കണ്ടാ മതിയാ? ലാലേട്ടന് കണ്ടാ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ലാലേട്ടനോട് പറയാം, ഇനി കൊറേ സിനിമയിൽ അഭിനയിക്കാൻ പറയാം ബാബയ്ക്ക് കാണാൻ വേണ്ടി. പക്ഷെ എങ്ങനെ നേരിട്ട് കാണാ? നേരിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം കാണാൻ പറ്റുമോന്ന്. ലാലേട്ടനോട് ചോദിക്കാം. എങ്ങനെ ചോദിക്കാനാ? നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ ചോദിച്ചു നോക്കാം. അത് പക്ഷെ എങ്ങനെയാ? അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അതിനെല്ലാവർക്കും ബൈ. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇനി കട്ട് ചെയ്തോ, ഞാൻ ഓർക്കട്ടെ.